ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് എൻ്റെ പുനർജന്മത്തിൻ്റെ 6ാം വർഷമാണ്. ഇന്ന് വളരെ അവിചാരിതമായി എനിക്ക് വീണ് കിട്ടിയ ഒരു അസുലഭ നിമിഷമാണ്. ഇന്ന് LICയുടെ ഞങ്ങളെ തറവാട്ട് വീട്ടിലോട്ട് ഇന്നൊരു ക്ഷണമുണ്ട്. ശരിക്കും സാധാരണ എല്ലാ വാർഷികത്തിനും ഞാൻ എൻ്റെ ബ്രാഞ്ചിലും എൻ്റെ കൂട്ടുകാർക്കും ഞാൻ സഹകരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സർജറിക്ക് എൻ്റെ കൂടെ നിന്ന് ഏറ്റവും അടുത്ത കുറേ പേരെയൊക്കെ കണ്ട് അവർക്കൊപ്പം കുറേ സമയം ചിലവഴിച്ച് അവരുടെ സന്തോഷമൊക്കെ പങ്കുവച്ച് പിരിയുന്നതാണ് സാധാരണ ഞാൻ ചെയ്യാറ്. പക്ഷേ ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഡിവിഷണൽ ഓഫീസിലോട്ടൊരു മീറ്റിങ്ങിന് വളരെ കുറച്ച് ഏജൻസിനെ മാത്രം സെലക്ട് ചെയ്ത് വിടുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ചിലപ്പം ഇതൊരു നിമിത്തം, അതുകൊണ്ട് എനിക്ക് ട്രിവാൻഡ്രത്തെത്താം. അപ്പോൾ എൻ്റെ കറക്റ്റ് എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ഡേയിൽ ഇതുവരെ എനിക്ക് എൻ്റെ സർജനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ആദ്യം ഞങ്ങളെ തറവാട്ട് വീട്ടിലെ ഡിവിഷണൽ ഓഫീസിൽ പോയി എൻ്റെ അവിടുത്തെ ഏജൻറ്റ് സുഹൃത്തുക്കളെയും എൻ്റെ ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ സീറ്റ്സൊക്കെ കൊടുത്ത് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ സർജൻ്റെ അടുത്ത് പോവാം. സർജനെയൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് എത്തുമെന്നുള്ളത്. അപ്പം സാറിനെ കാണാം. പിന്നെ അതിനുശേഷം മകൾ ട്രിവാൻഡ്രത്താണ്. ഇന്ന് മകൾക്കൊപ്പം ഇന്നത്തെ സായാഹ്നം, ഇന്ന് ആദ്യത്തെ നോമ്പാണ്. അപ്പം മോള് നോമ്പൊക്കെ പിടിക്കുന്ന വലിയ ഭക്തിയൊക്കെയാണ്. ഇന്ന് മോക്കൊപ്പം ഇന്നത്തെ സായാഹ്നം ചിലവഴിച്ചിട്ട് നാളത്തെ ദിവസം തിരിച്ചു വരാം. കൂട്ടത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു മോൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് ട്രിവാൻഡ്രം കിംസി കിടക്കുന്നുണ്ട്. ആ മോനെ ഒന്ന് കയറി കാണണം. അതുപോലെ നമ്മുടെ ഒരു അടുത്ത പരിചയ കൂട്ടുകാരുടെ ഏക മകൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട് കിംസിൽ കിടക്കുന്നുണ്ട്. ആ കുട്ടിയെ ഒന്ന് കയറി കാണണം. അങ്ങനെ ഒരുപാട് മൾട്ടിപർപ്പസുമായിട്ട് എൻ്റെ പുനർജന്മത്തിൻ്റെ 6ാം വർഷമായ ഇന്നത്തെ മഹനീയ സുദിനത്തിൽ ഞാൻ ഇറങ്ങുകയാണ്. അപ്പം എല്ലാവർക്കും നന്മകൾ നേരുന്നു.